മനുഷ്യന് സ്വാസ്ഥ്യം ലഭിക്കുന്നത് പ്രപഞ്ചത്തോടും പ്രകൃതിയോടും ചേർന്ന് നിൽക്കുമ്പോഴാണെന്ന് ആത്മീയ പ്രഭാഷകൻ ഷൗക്കത്ത് അഭിപ്രായപ്പെട്ടു. ആലത്തൂർ ബോധി സാംസ്കാരിക പാഠശാലയാണ് ഷൗക്കത്തുമായി വർത്തമാനം പറയാം എന്ന പേരിൽ സാംസ്കാരിക സന്ധ്യ സംഘടിപ്പിച്ചത്. മനുഷ്യൻ മനുഷ്യനു വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ ആനന്ദം ഒഴിവായി പോകുന്നു എന്ന് ഷൗക്കത്ത് പറഞ്ഞു. ഒരു അരമണിക്കൂർ സമയത്തേക്ക് വീട്ടിലേക്ക് വന്ന അതിഥിയോട് ഇത്ര നല്ല രീതിയിൽ അമ്മ പെരുമാറുന്നു. ഒരു ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കേണ്ട എന്നോട് എന്തിനാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്, നിങ്ങൾ പറയാം എന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ അവൻ ഓഫാക്കുന്നത്. ഇത് നമ്മളോട് ചോദിക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ശരിക്കും? ഞാൻ ഒരുപാട് ആലോചിച്ചു. അപ്പം നമ്മളിൽ ആ കൊള്ളാവുന്ന ഒരാളുണ്ട്, ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സാക്ഷാത്കരിച്ച ജീവിതമാണ്. വളരെ അസ്വസ്ഥമായിരിക്കുന്ന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗ്ലാസ് തട്ടി പൊട്ടിച്ചപ്പോഴും ആ വൽപ്പം പോലും നമ്മൾ അസ്വസ്ഥമാവാതെ ആരുടെ കൈ തട്ടിയാണോ പൊട്ടിയത് ആ ആളെ സ്വസ്ഥമാക്കി ഇരുത്തുന്ന ഒരാൾ നമ്മളിൽ പുതിയതായിട്ട് ഉണ്ടായതല്ലല്ലോ, നമ്മളിലുള്ള ഒരാളാണ്. നമ്മൾ അയാളെ സമാധാനിപ്പിക്കുക ചെയ്യുന്നു. സാരില്ല, ഗ്ലാസ് പൊട്ട് നമുക്ക് വേറെ വാങ്ങിക്കാം, നിങ്ങൾ സ്വസ്ഥമായിട്ട് ഇരുന്നോളൂ, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ ആ ഗ്ലാസ് അടിച്ചു കൊണ്ടുപോയിട്ട് പുതിയൊരു ഗ്ലാസ്സിൽ വെള്ളം വെച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു ഞാനുണ്ട്. ആ ഞാൻ ബ്രഹ്മമാണ്. അപ്പോൾ ബ്രഹ്മത്തെ തേടി നടക്കേണ്ട ഞാനല്ല. ആ ആളുടെ പ്രത്യേകത എന്താണ്? അപരന് കെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. എൻ്റെ താല്പര്യങ്ങളെ, എൻ്റെ ഇഷ്ടങ്ങളെ, എൻ്റെ മൂഡിനെ അല്ല ഞാൻ അവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത്. പ്രപഞ്ചത്തിലെ ഓരോ അണുവിനോടുമുള്ള കരുണയും അനുകമ്പയുമാണ് സ്വസ്ഥ്യത്തിന്റെ നിദാനം. മനുഷ്യന്റെ പ്രവൃത്തിയും വാക്കും മനുഷ്യനെ കേന്ദ്രീകരിച്ച് മാത്രമാകുമ്പോൾ ദുഃഖമേ ഉണ്ടാവൂ. മനസ്സിനെ ആകാശത്തോളം വികസിപ്പിക്കുമ്പോൾ മാത്രമാണ് സുഖം ലഭിക്കുക. ഉറുമ്പിനെ പോലും നോവിക്കരുത് എന്ന് ശ്രീനാരായണ ഗുരു ഉപദേശിച്ചത് മനഃപൂർവ്വമായി ആരെയും ഉപദ്രവിക്കരുത് എന്നുദ്ദേശിച്ചാണ്. ജീവിതത്തിന് വ്യവസ്ഥ ആവശ്യമാണ്. എന്നാൽ വ്യവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കുമ്പോഴാണ് സുഖം ലഭിക്കുന്നത്. മനുഷ്യന്റെ രോഗങ്ങളല്ല, മനുഷ്യൻ തന്നെയാണ് രോഗം. ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോഴാണ് ഹിംസ ചെയ്യുന്നത്. അടുത്തിരിക്കുന്ന ആളോട് വെറുപ്പ് തോന്നും. ലോകത്ത് സുഖത്തെക്കുറിച്ച് നടത്തിയ ഹാർവാർഡ് സർവകലാശാലയുടെ പഠനത്തിൽ മനസ്സിലായത് ഏറ്റവും കൂടുതൽ സൗഹൃദമുള്ളവർക്കാണ് സ്വാസ്ഥ്യം ലഭിക്കുക എന്നാണെന്ന് ഷൗക്കത്ത് പറഞ്ഞു. പാഠശാല സെക്രട്ടറി എസ് കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. വേണു ആലത്തൂർ, ശങ്കരൻ, ഷബ്ന, ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു.